ടു ക്രിയേറ്റ് എ ഫാഷൻ ലൈൻ. നമുക്ക് നമ്മുടെ ഒരു ഫാഷൻ്റെ പാത എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഹായ്, മൈ നെയിം ഈസ് രാജി മോൾ, എ ഫാഷൻ ഓൺടർപ്രണർ ആൻഡ് എ ബിസിനസ് കോച്ച്. നിങ്ങളെ ഇന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ ഒരു ഫാഷൻ്റെ പാത എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത് നമ്മളുടെ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അതിനായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം നമ്മുടെ നിഷാണ് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് ഔട്ട്ഫിറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണോ, ജെൻസിന് വേണ്ടിയിട്ടുള്ളതാണോ, കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണോ, അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് പ്ലസ് സൈസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ഡ്രസ്സസ് ഉണ്ട്. അതിൽ നമ്മൾ ഏതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കഴിവ് ഏതിനകത്താണ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ തിരിച്ചറിയുക. നമുക്കിപ്പോൾ ട്രഡീഷണൽ വെയർ ഉണ്ടാവാം, എത്തനിക് വെയർ ഉണ്ടാവാം, മോഡേൺ കൈൻഡ് ഓഫ് ഡ്രസ്സ് ഉണ്ടാവാം, ലക്ഷറി വെയർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്കിപ്പോൾ സ്ട്രീറ്റ് വെയർ ഉണ്ട്, അതുപോലെ തന്നെ ബൊഹോ ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റൈലുകളുണ്ട്. ഇതിനകത്ത് ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സൂട്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ എനിക്ക് ചെയ്തു കഴിഞ്ഞാൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മിഷൻ എന്താണ്, ഞാൻ ഈ ഫാഷൻ ബിസിനസ് കൊണ്ട് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്ത് ചേഞ്ചസ് ആണ് ഞാൻ ഇതിനകത്ത് വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അടുത്തൊരു കാര്യം വരുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്, പ്ലസ് സൈസിലുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു അറ്റയർ ഞാൻ തിരഞ്ഞെടുത്ത് കൊണ്ടുവരികയും അതിനെ വിജയിപ്പിക്കുകയും ചെയ്യുകയാണോ, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ടൈപ്പ് ആയിട്ടുള്ളതിനാണോ, അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള വെയറുകൾ ക്രിയേറ്റ് ചെയ്യുകയാണോ ചെയ്യേണ്ടത്, എന്താണ് എൻ്റെ മിഷൻ എന്ന് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കണ്ടക്ട് എ മാർക്കറ്റ് റിസർച്ച്. നമ്മളൊരു ഫസ്റ്റ് ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു പീസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് മുൻപ്, സാമ്പിൾ പീസ് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് മാർക്കറ്റ് അനാലിസിസ് നടത്തുക. ഒരു ട്രെൻഡ് എന്താണ് ഇപ്പോഴത്തെ നടക്കുന്ന, നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമുക്കത് സെയിൽ കിട്ടുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തുക. അതിനായിട്ട് നമുക്കിപ്പോൾ മാർക്കറ്റ് സ്റ്റഡി നടത്താനായിട്ട് ഇപ്പോൾ പിൻട്രസ്റ്റ് പോലുള്ള കാര്യങ്ങൾ, പിൻട്രസ്റ്റിനകത്ത്, ഇൻസ്റ്റഗ്രാമിനകത്ത്, അങ്ങനെയുള്ള പേജസിനകത്തൊക്കെ നമുക്ക് ഒരു അനലൈസിങ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ കറൻ്റ്ലി ഏതാണ് ഒരു ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലെന്നും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം നമ്മളുടെ ഒരു ഫസ്റ്റ് പീസ്, സാമ്പിൾ പീസ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റഡി കോമ്പറ്റീറ്റേഴ്സ്. ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സിന് ഒരുപാട് അവർക്ക് പോരായ്മകളുള്ള മേഖലയുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ആ കസ്റ്റമറിൻ്റെ ഒരു നീഡ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ്, പ്രൈസ് എന്തൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം ആ ഒരു കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തുമ്പോൾ തന്നെ ഒരു കോമ്പറ്റീറ്റേഴ്സിൻ്റെ അനലൈസിസ് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോരായ്മ എന്താണെന്ന് കണ്ടുപിടിക്കാനും അതിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതിനെ കൂടുതൽ മികച്ചതാക്കിക്കൊണ്ട് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മളുടെ ഒരു ഐഡിയൽ കസ്റ്റമറിനോട് നമ്മൾ ടോക്ക് ചെയ്യുക. എന്തൊക്കെയാണ് നമുക്ക് ഇനി നിങ്ങൾക്ക് മാർക്കറ്റിൽ ലഭ്യമല്ലാതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് വസ്ത്രങ്ങൾ അങ്ങനെ ധരിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഇതുവരെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല, കിട്ടുന്നില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒഫീഷ്യൽ വെയറിൽ തന്നെ ഒരുപാട് നല്ല നല്ല ടോപ്പുകൾ, കളക്ഷൻസൊക്കെ പല കടകളിലും അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാറില്ല. സോ അങ്ങനെയൊക്കെയുള്ള ഒരു പോരായ്മകൾ നമ്മൾ കണ്ടെത്തുകയും അതിനനുസരിച്ച് നമ്മളുടെ ഒരു ബിസിനസ്സിൽ ആ ഒരു ട്രാക്കിലേക്ക് മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് ഈ ബിസിനസ് ഫീൽഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ഒരു കളക്ഷൻ പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. എന്താണ് കളക്ഷൻ പ്ലാൻ എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അറ്റയറുകളുണ്ട്. കുർത്തീസ്, അതുപോലെ തന്നെ സാരി കളക്ഷൻ ഉണ്ടാവാം, അതുപോലെ തന്നെ ബ്രൈഡൽ കളക്ഷനുകൾ ഉണ്ടാവാം, കിഡ്സ് വെയർ ഉണ്ടാവും, ടീനേജേഴ്സിൻ്റെ വെയറുകളുണ്ടാവാം, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കളക്ഷൻസ് ഉണ്ടാവും. സോ അതിൽ നമുക്ക് ഏതാണ് നമ്മൾ കളക്ട് ചെയ്ത് സെയിൽ ചെയ്യാനോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കുക. പിന്നെ നമ്മളുടെ ഒരു ഡിസൈൻ അറ്റയർ നമ്മൾ സ്കെച്ച് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇല്ലസ്ട്രേറ്ററൊക്കെ ഉപയോഗിച്ച് നമുക്ക് സ്കെച്ചിങ് നടത്താം. ക്യാൻവ പോലുള്ള അതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമുക്കത് സ്കെച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അറ്റയർ സ്കെച്ച് ചെയ്യാനും അതുപോലെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് വസ്ത്രങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാനും ഒക്കെ ഉള്ള ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുക.
ആ ഒരു കളക്ഷൻ പ്ലാൻ നമ്മൾ തയ്യാറാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏത് ഒരു മേഖലയാണ് കൂടുതൽ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാ വസ്ത്രങ്ങളും നമ്മൾ ഒരുപോലെ തന്നെ തിരഞ്ഞെടുത്തിട്ട് നമ്മളൊരു വിൽപ്പനയ്ക്കായിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാം ഭയങ്കരമായിട്ട് നഷ്ടത്തിലേക്ക് വരും. അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വസ്ത്രം മാത്രം നമ്മൾ ചൂസ് ചെയ്തുകൊണ്ട് അതിന് കൂടുതൽ വെറൈറ്റി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ എപ്പോഴും ഒരു കളക്ഷൻ പ്ലാൻ നമ്മൾ എപ്പോഴും തയ്യാറാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ കളക്ഷൻ പ്ലാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊഡക്ഷൻ പ്ലാനാണ് വേണ്ടത്. നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള മെറ്റീരിയലുകൾ വേണം, അതിന് എത്ര സൈസ് ഓഫ് മെറ്റീരിയലുകൾ വേണം, അത് നമുക്ക് എവിടെ നിന്ന് ഏത് വെണ്ടറിൽ നിന്ന് നമുക്ക് സപ്ലയറിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രൊഡക്ഷൻ പ്ലാനിനകത്താണ് വരുന്നത്. സോ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതിൻ്റെ ഒരു ഫാഷൻ ലൈനിൻ്റെ ഒരു പാത നമുക്ക് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ അത് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഡെവലപ്പിംഗ് യുവർ ബ്രാൻഡ് അസറ്റ്. നമുക്കൊരു ബ്രാൻഡിൻ്റെ അസറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ ഒരു കളർ തീമുകൾ, ലോഗോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഒരു ബ്രാൻഡ് ഐറ്റത്തിൻ്റെ അസറ്റുകളാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡ് അസറ്റ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു വസ്ത്രം തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ലോഗോ, പാക്കിങ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ആ ഒരു കാര്യങ്ങളെല്ലാം ബ്രാൻഡ് അസറ്റ് ബിൽഡ് ചെയ്യുന്നതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുക. ബ്രാൻഡ് അസറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ തയ്യാറാക്കുക. അടുത്തതായിട്ട് നമുക്ക് ഡെവലപ്പ് എ ബ്രാൻഡ് അസറ്റ്. നമുക്ക് ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉദാഹരണത്തിന് നമുക്ക് അതിൻ്റെ ലോഗോ, അതിൻ്റെ കളർ തീം എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ പാക്കിങ്, അതുപോലെ തന്നെ നമുക്ക് ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ആയിട്ടുള്ള ചെറിയ രീതിയിൽ നമുക്കത് ലോഞ്ച് ചെയ്യാം. ചെറുതായിട്ട് ലോഞ്ച് ചെയ്തിട്ട് വലുതായിട്ട് നമുക്ക് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒക്കെ കൊടുക്കാം, വിസിബിലിറ്റി കൂട്ടാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പലതരത്തിലുള്ള അഡ്വർടൈസിങ് സോഷ്യൽ മീഡിയ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് പ്രൊമോട്ട് ചെയ്യാം. കളക്ട് റിവ്യൂസ്, നമുക്ക് പലതരത്തിലുള്ള റിവ്യൂസ് കളക്ഷൻ എടുക്കാനും അതനുസരിച്ച് നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിനെ കൂടുതൽ മെച്ചപ്പെടുത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇത്രയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫാഷൻ ലൈൻ, നമ്മുടേതായിട്ടുള്ളൊരു ഫാഷൻ ലൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി. ബൈ ബൈ, ടേക്ക് കെയർ.